നമ്മളമ്മമാർക്ക് എന്നും വരുന്ന ഒരു ടെൻഷനാണല്ലേ, ഇന്ന് എന്തുണ്ടാക്കും എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ നൊയമ്പിൽ. പക്ഷേ എനിക്ക് മാത്രം ഇവിടെ നൊയമ്പുള്ളൂ, വേറെ ആർക്കും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ വെച്ച് 3 ഡിഷസാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അപ്പോൾ കുമ്പളങ്ങ ഇട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അതിൻ്റെ ABCD അറിയാത്ത കാരണം ഞാൻ ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് തന്നെ സ്കൂട്ടായി പോകും, പറമ്പിലേക്കോ കടയിലേക്കോ എവിടേക്കെങ്കിലുമൊക്കെ പോകും. അപ്പോൾ നോക്കിയപ്പോൾ കിളിക്ക് തീറ്റ കൊടുക്കലാണ് തുളസിക്കതിര് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ വന്നതും നിന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാനൊരു ഇലയിട്ട് മേത്തോട്ട് ഇപ്പോൾ എറിയും. നിങ്ങൾ നോക്കുക, അവളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു സായി ഭാവം ഉണ്ടോയെന്ന്. ഒരു ഞെട്ടലോ ഇതൊന്നും ഇല്ലാന്ന്, വല്ലാത്തൊരു, ഞാൻ വിചാരിച്ച് പൊട്ടിത്തെറിച്ച് അങ്ങോട്ട് ഞെട്ടിയിരിക്കുന്നു. ഒന്നും ഉണ്ടായില്ല ഗൈസ്, ഞാൻ ചമ്മിപ്പോയി. അപ്പോൾ ഇത് നമ്മൾ കിളിക്ക് വെള്ളം കൊടുക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിന്ന് കഴിയുന്നതിനനുസരിച്ച് എയർ വലിച്ച് സക്കായിട്ട് ഇങ്ങനെ വെള്ളം അതിലോട്ട് വരും. അതൊക്കെ അലക്സാണ്ടർ ഐഡിയ ഉണ്ടോ. കൂടെ ഞാൻ ഓൾറെഡി ബ്ലോഗിലിട്ടിട്ടുണ്ട്. പിന്നെ ഈ ചവറ് കിടക്കുന്നത് അഴിക്കാത്തത് കൊണ്ടല്ല കേട്ടോ, അത് നമ്മൾ വളം ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടി വെച്ചേക്കുന്നതാണ്. അത് സൺഡേയിൽ വീക്ക്ലി വൺസ് എന്ന രീതിയിൽ എടുത്ത് നിറച്ചാക്കുന്നതാണ് കേട്ടോ. അപ്പുറത്ത് തുളസി അത്യാവശ്യമുള്ള കാരണം അതെടുത്ത് അവൾ കോഴിക്ക് ലവ് ബേർഡ്സിന് കൊടുക്കാൻ പോകാം കേട്ടോ. ഇപ്പം നമ്മൾ തേങ്ങ ചിരണ്ടി അമ്മ തന്ന് പോയതാണ്. നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടുള്ള നല്ല ചിക്കൻ കറിയാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് അറിഞ്ഞുകൂടെ എത്ര കണ്ട് വർക്കാവും അല്ലെങ്കിൽ എത്ര കണ്ട് റിസൾട്ട് ഉണ്ടാവുമെന്ന്. ഇപ്പോൾ മിൻറ്റ് ലീഫ് വാങ്ങാൻ പറഞ്ഞ അലക്സേട്ടൻ മല്ലിയിലാണ് ഗൈസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെച്ച് ഞാൻ എങ്ങനെ മിൻറ്റ് സോഡ ഉണ്ടാക്കണം എന്ന് നിങ്ങളൊന്ന് പറയൂ, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു, കാരണം നമ്മൾ 3 ഡിഷ് ഉണ്ടാക്കാമെന്നല്ല പറഞ്ഞത്. അപ്പോൾ ബോൺലെസ് പീസ് എടുത്ത് കട്ട് ചെയ്ത് മാറ്റി ഞാൻ ചില്ലി ചിക്കൻ വിത്ത് ഫ്രൈഡ് റൈസ് നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ച ഡിഷ് ഒന്ന് മാറ്റി വെച്ചു. അപ്പോൾ ഇത് നമ്മൾ മൊത്തത്തിൽ 2 ഡിഷ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരെണ്ണം നാളെ സൺഡേ വ്ളോഗിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഇത് പീസ് വറുക്കാനുള്ളത് ഡിഷ് നമ്പർ 2 പിള്ളേർക്ക് മാത്രം. പക്ഷേ ഡിഷിൻ്റെ എണ്ണം നോക്കുമ്പോൾ 3 എണ്ണം ഇല്ലേ, ഞാൻ പറഞ്ഞത് തെറ്റില്ലല്ലോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ സ്വതവേ ചെയ്യാറ് ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് റൂമിൽ വന്നിങ്ങനെ കിടക്കും. കിടന്നതിന് ശേഷം കിടക്കയുടെ കോലം കണ്ടോ ഗൈസ്, എണീറ്റ് പോയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഞാൻ എണീറ്റ് വരുന്നത് വരെ ഇവിടെ ആരും എണീറ്റുണ്ടായിരുന്നില്ല. മീൻസ് പിള്ളേർ എണീറ്റപ്പോൾ 10 മണി 11 മണി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഇത് രാത്രി കിടക്കുന്ന സഹപാഠികളാണ് ഈ സൈഡ്, യൂണിക്കോൺ, ആന, അങ്ങനെയുള്ള കുഞ്ഞു 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 കൂട്ടുകാരികൾ. ഞാനിവിടെ കിടന്നുകൊണ്ട് നമ്മുടെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള പല പല വീഡിയോസ് കാണാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു നാടൻ രീതിയിൽ നമ്മുടെ ഒരു അന്നമ്മ ചേടത്തിയുടെ റെസിപ്പീസ് ഉണ്ട്, അത് കാണാമെന്ന് വിചാരിച്ചു. പണ്ടത്തെ പെണ്ണ് കാണെ പണിയെന്ന് പറയും, ഒരു കറി വെക്കണമെങ്കിൽ എത്ര നേരത്തെ പണിയെടുക്കണം അറിയാവോ? ഇതെല്ലാം വറുത്തെടുത്തത് തന്നെയല്ല, കല്ല് വെച്ച് അരച്ചെടുക്കണ്ടേ, ചമ്മന്തി പോലെ അരക്കണം. വറുത്തരച്ച് കറി വെക്കുന്നതിന് ഒരു പ്രത്യേക മണം തന്നെയല്ലേ കറിക്ക് തന്നെ? അത് തന്നെ, ഒരു മണവും ഒരു രുചിയും ഒക്കെ ഉണ്ട്. കുമ്പളങ്ങായങ്ങൾ ഇടുമ്പോൾ ബഹു രസമായിരിക്കും. നമുക്കൊന്ന് കൂട്ടി നോക്കാം എങ്ങനെയുണ്ട്. അല്ല, വറുത്തരച്ച കുമ്പളങ്ങ ഇട്ട ചിക്കൻ കറി അല്ലേ? അങ്ങനെ നമ്മുടെ അന്നമ്മ ചേട്ടത്തിയുടെ ആ റെസിപ്പി ഒന്ന് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ച് കിച്ചൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബോധം കെട്ട് പോകും ഗൈസ്. കാരണം നമ്മൾ ആകെ ഇങ്ങനെയാണല്ലോ, അതായത് നമ്മൾ പാചകം ചെയ്യുന്ന കുക്കിംഗ് ചെയ്യുന്ന ആ ടൈമിലൊക്കെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ അതെല്ലാം കഴിയുമ്പോഴാണ് ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇടുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ് ഗൈസ്. ഇപ്പോൾ ഒരു കലം വെച്ചിട്ടുണ്ട്, നല്ല തണുത്ത വെള്ളം കുടിക്കാൻ. നല്ല ഈ കലത്തിൽ ഇവിടെ ഒരു 3 വട്ടെങ്കിലും ദിവസം വെള്ളം നിറച്ച് വെക്കും കേട്ടോ. അത്യാവശ്യം നല്ല വലിയ കഷായ കലമാണ്. നമ്മൾ പൈപ്പുള്ള നമ്മൾ മൺകലമൊക്കെ വാങ്ങാൻ കിട്ടും, പക്ഷെ അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നമ്മളിങ്ങനെ വെച്ചാൽ നമ്മൾ മോട്ടർ വിടുന്ന സമയത്ത് വെള്ളം പിടിച്ച് അതിലൊഴിച്ച് വയ്ക്കാവുന്നതാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൺകലത്തിൽ നമ്മൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് വെക്കണമെന്നില്ല, അങ്ങനെ ചെയ്യാത്തവർക്ക് പോലും യൂസ് ചെയ്യാം. കാരണം ഒരുപാട് നമുക്ക് മണ്ണിൻ്റെ ആയതുകൊണ്ടേ നമുക്ക് ആ വെള്ളത്തിലുള്ള എല്ലാ ആൻറ്റി ബാക്ടീരിയകളും നശിച്ചു പോകും നമ്മൾ കളിമൺ പാത്രത്തിലാക്കുമ്പോൾ. ഇനിയിപ്പോൾ ഇവിടെ ഞങ്ങൾ ചെയ്യാറ് തിളപ്പിച്ച വെള്ളം രാത്രി തിളപ്പിച്ച് വയ്ക്കും, രാവിലെ ആകുമ്പോൾ ചൂടാറും, അത് ഇതിലൊഴിച്ച് വയ്ക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ എന്ത് കുക്ക് ചെയ്യാൻ നിൽക്കുന്നതിന് മുന്നേ ചിക്കൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നാരങ്ങ വാങ്ങാറുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ഷുഗർ കട്ട് ചെയ്താലും ചായയിലൊക്കെ ഞാൻ അത്യാവശ്യം കട്ട് ചെയ്തിട്ടാണ് കുടിക്കുന്നത്. പക്ഷെ നാരങ്ങ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നാരങ്ങ വെള്ളം നോർമലായിട്ട് മിക്സിയിലൊന്നും അടിച്ച് അങ്ങനെയൊന്നുമല്ല, അവിടുത്തെ നാരങ്ങ പിഴിയുന്നു, കസ്കസ് ഇടുന്നു. കസ്കസ് ഇല്ലാണ്ട് എനിക്കിഷ്ടമില്ല കേട്ടോ കുടിക്കാൻ. എന്നാലും ഇവിടെ അതൊന്നും ഇഷ്ടമില്ലാത്ത കാരണം ഇപ്പം ഇത്തവണ കസ്കസ് ഇട്ടില്ല. ഇവർക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇട്ട് കുടിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഈ മൺകലത്തിൽ നിന്ന് 1-2 കപ്പ്, അത് ആ വലിയ സ്റ്റീലിൻ്റെ കപ്പിൽ നമുക്ക് 4 ഗ്ലാസ് വെള്ളം കൊള്ളും. അപ്പോൾ അതിലങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര അങ്ങോട്ട് അളവില്ലാണ്ടൊന്നും ഇടില്ല കേട്ടോ. കാരണം നാരങ്ങയ്ക്ക് അത്യാവശ്യം പുളിയുള്ള കാരണം
ഞാൻ അങ്ങനെയൊക്കെ നോക്കി അത്യാവശ്യം ചെറിയ മധുരം തന്നെ ഉണ്ടായുള്ളൂ. നിങ്ങൾ കാണുമ്പം 3-4 ടീസ്പൂൺ ഷുഗർ ഇട്ടു എന്ന് വിചാരിക്കണ്ട. ഞാനിപ്പോൾ തേങ്ങ ചിരണ്ടിയത് ആ സമയം വറുക്കാമെന്ന് വിചാരിച്ചേട്ടാ. കാരണം അത് ചൂടാറിയിട്ട് ശേഷം വേണം നമുക്ക് അരയ്ക്കാൻ. അപ്പോൾ അത് മുന്നേ ചിരണ്ടി വെച്ചതായതുകൊണ്ട് ഞാനിങ്ങനെ വല്ല കേടുണ്ടോ എന്ന് നോക്കിയതാണ് കേട്ടോ. കാരണം ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പാടുപെട്ടിട്ട് ചിക്കൻ കറി കൊണ്ട് കളയേണ്ടി വന്നു കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടും വലിയ അക്രമമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മണത്ത് നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ തേങ്ങ ചിരണ്ടി അതിലോട്ട് നമുക്ക് പട്ട, വേപ്പില, പച്ചമുളക്, അതുപോലെ ഞാൻ പിന്നെ ഏലക്കായ, ഗ്രാമ്പൂ, ഇത്രയും സാധനങ്ങൾ മാത്രം മതി. ഇത്രയും മാത്രം ഇട്ട് മുളക്, മല്ലി അതൊന്നും ഇപ്പോൾ ഇടണ്ട കേട്ടോ. ഇത് ഇട്ടിട്ട് നന്നായിട്ട് മൂക്കട്ടെ. മൂത്തതിന് ശേഷം ലാസ്റ്റിൽ നമ്മൾ മല്ലിപ്പൊടി 1.5 ടീസ്പൂണ്, മുളക് പൊടി 2 ടീസ്പൂൺ. നിങ്ങൾക്ക് അത്യാവശ്യം സ്പൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3-3.5 ടീസ്പൂൺ ഇടാം. കാരണം ഇവിടെ അത്യാവശ്യം സ്പൈസ് വേണ്ടത് കൊണ്ട് ഞാൻ ഇട്ടത് തീരെ എരിവില്ലാത്ത പോലെ തോന്നി. കാരണം എനിക്ക് നോയമ്പായ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. ഈസയാണ് എൻ്റെ ടേസ്റ്ററായിരുന്നു ഇന്നത്തെ. അതുകൊണ്ട് തന്നെ അവൾക്ക് പാകത്തിനുള്ള എരിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ട് ബാക്കി 2-3 ടീസ്പൂണ് നോർമൽ ഇടാം കേട്ടോ. ഇപ്പോൾ ഞാൻ പട്ടകളും സാധനങ്ങളൊക്കെ ഇപ്പോഴാണ് ചേർക്കുന്നത്. നോർമലി നമ്മൾ ഇട്ടതിൻ്റെ പിന്നാലെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കരച്ച ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ കറി. ചിലപ്പോൾ ചട്ടി അടക്കം കൊണ്ട് കളയേണ്ട അവസ്ഥ വരും ഗൈസ്. അപ്പോൾ ഞാനിവിടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും മുളക് പൊടിയും വേറെ പൊടികളായിട്ടൊന്നും തന്നെ ചേർക്കേണ്ട. നിങ്ങൾക്ക് ഈ സമയം വേണമെങ്കിൽ മുഴുവനായിട്ടുള്ള മല്ലിയും മുഴുവനായിട്ടുള്ള മുളകും ആഡ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ഇടാം. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിരുന്നാലും ഞാൻ ഇട്ടില്ല. കാരണം എനിക്ക് തോന്നി ഇതിൻ്റെ മെഷർമെൻറ്റാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് കറിക്ക് വേറെ ടേസ്റ്റ് കുറവോ കൂടുതലോ ഒന്നും വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് വറുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ സമയം കുറച്ച് 1-2-3 തണ്ട് കരിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം വേഗം തന്നെ പാനിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുപോയി പാത്രത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം എന്താ പറയുക, ഡൈനിങ് ടേബിളിൽ കൊണ്ട് ഫാൻ ഫുള്ളിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ചൂടാറി പെട്ടെന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അവർ പറയുന്ന രീതിയിൽ വെള്ളം ഒഴിക്കാണ്ട് അരയ്ക്കണമെന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ എൻ്റെ കയ്യിൽ മിക്സിയുടെ ജാറ് ചെറുത് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. കാരണം ഇത് നമ്മൾ കറി വാഴ്ത്തുന്നതിലിട്ടിട്ട് പിന്നെ വീണ്ടും വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വെള്ളം ഒഴിക്കണ്ട എന്ന് പറഞ്ഞതിലൊരു ലോജിക്ക് തോന്നാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. നിങ്ങളും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് തന്നെ അരച്ചോളൂ. നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. വെള്ളം ഒഴിക്കാണ്ട് അരച്ചിട്ട് ഇങ്ങനെ അരിയാണ്ട് കിടന്നിട്ട് കാര്യമില്ല. നന്നായി പേസ്റ്റായിട്ട് അരയ്ക്കണം. അപ്പോൾ അത് ചൂടാറാൻ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ കൊണ്ട് വെച്ച സമയം കൊണ്ട് നമുക്ക് കുമ്പളങ്ങ കട്ട് ചെയ്യുന്നത് വലിയ ടാസ്ക്കാണെന്നാണ് ഞാൻ വിചാരിച്ചത്. വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം അധികം മൂപ്പില്ലാത്ത കുമ്പളങ്ങ ആയിരുന്നേ. അപ്പം ഇതിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്തിട്ട് നമ്മളിത് വാങ്ങുന്ന കുമ്പളങ്ങയാണ് കേട്ടോ. നോർമലി നമ്മൾ കുമ്പളങ്ങ, മത്തങ്ങ അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങാറില്ല. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടാറ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞത് കൊണ്ട് നമ്മൾ കുമ്പളങ്ങ വാങ്ങി ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നമ്മൾ കുമ്പളങ്ങ ഉണ്ടായാലും അത്യാവശ്യം മൂത്തതിന് ശേഷം പൊട്ടിക്കാറ്. കാരണം അവിടെ നിന്ന് മൂത്ത് മറന്നു പോവും. പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ നോക്കിയാൽ കുമ്പളങ്ങ, മത്തങ്ങ സാധനങ്ങളൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പം നട്ട് കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ കഴിച്ചതിൻ്റെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കഴിച്ചതിൻ്റെ അല്ല കറിക്ക് എടുത്ത് അരിഞ്ഞതിൻ്റെ വേസ്റ്റൊക്കെ എറിയുമ്പോൾ അപ്പോൾ അവിടെ മുളച്ച് പൊന്തും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്തിരി മൂത്തതിന് ശേഷം കാണാൻ ആരംഭിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല ബലം കൊടുത്ത് കട്ട് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ കട്ട് ചെയ്യാൻ ഈസി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ നാരങ്ങ വെള്ളം കുടിക്കുകയാണ് ഗൈസ്. കാരണം പിള്ളേർക്ക് കൊടുത്തതിന് ശേഷം ഞാൻ തണുപ്പിക്കാൻ വെച്ചേ. അവർക്ക് ചുമയും കാര്യങ്ങളായ കാരണം ഞാൻ പറയും തണുത്തത് കുടിച്ചാൽ ചുമ വരും എന്ന് പറഞ്ഞിട്ട് തണുക്കാത്തത് കൊടുത്തേക്കായിരുന്നു. ഞാനാണെങ്കിൽ കുറച്ച് കസ്കസ് ഇട്ട് ഇത്തിരി ഫ്രീസറിൽ കയറ്റി വെച്ചു. കാരണം ഇച്ചിരി തണുക്കട്ടെ എന്ന് വെച്ചിട്ടേ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് വഴട്ടാട്ടോ. കുറച്ച് വെള്ളം ഇടയ്ക്ക് കുടിക്കുന്നത് എനർജി കിട്ടാനും നമുക്കൊരു ഉത്സാഹം നല്ലതാണ് കേട്ടോ. വേനൽക്കാലമല്ലേ. പിന്നെ ഷുഗർ ഇട്ട് കുടിക്കുന്നത് അത്ര ഹെൽത്തി അല്ല എന്ന് എനിക്കറിയാം. അത് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തിടുന്നുണ്ട്. ഞാൻ വലിയ കാര്യത്തിൽ കത്രികയും പിടിച്ചിട്ട് വെളിച്ചെണ്ണയിലോട്ട് നേരിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ കണ്ണുമ്മയ്ക്ക് തെറിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പാത്രത്തിലോട്ട് കട്ട് ചെയ്തിട്ടിട്ട് വഴട്ടാമെന്ന്. പിന്നെ അതിലോട്ട് സവാളയും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വഴട്ടിയത്. അപ്പോൾ ഇവിടെ ഒരുപാട് പാത്രങ്ങൾ ഇരിക്കുന്നുണ്ട്. നിങ്ങളതൊന്നും കണ്ടുവെന്ന് നടിക്കുകയേ വേണ്ട. കാരണം ഒന്നും ഒതുക്കാനോ പറക്കാനോ പറ്റിയില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ ഒന്നും ക്ലീൻ ആക്കാനൊന്നും നേരം കിട്ടിയില്ല. കാരണം വേഗം ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു പണിയും കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ വേഗം ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ അടുക്കള ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അപ്പോൾ മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ സവോളയ്ക്ക് ഇട്ട് വഴട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ സമയത്ത് ഇപ്പോഴത്തെ പാനിൽ ഞാൻ വിചാരിച്ചു ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന്. കാരണം ഇവിടെ കുട്ടൂസ് വന്ന് ഇടയ്ക്ക് എത്തിച്ച് നോക്കുന്നുണ്ട് എന്തായി ചിക്കൻ ഫ്രൈ വെന്തോ മൊരിഞ്ഞോ എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പുറത്തെ പാനിൽ വെച്ച് ആക്കാമെന്ന്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ തക്കാളി അരിയുന്നുണ്ട് കേട്ടോ. എത്ര നമ്മൾ ചോപ്പിംഗ് ബോർഡ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിലും തിക്കും തിരക്കും വരുമ്പോൾ അതൊന്നും എടുക്കാറില്ല. ഞാൻ നോർമലി കൗണ്ടർ ടോപ്പിൽ വെച്ച് അരിഞ്ഞൊരു ശീലമായിപ്പോയി. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ ആരും വരരുത് ഗൈസ്. അപ്പോൾ ഞാൻ തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേഗം അരിഞ്ഞതിലോട്ട് ഇടാമെന്ന് വെച്ചിട്ടേ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലോട്ട് സവോളയും പച്ചമുളകും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കരിവേപ്പിലയാണ് തൊട്ടെ. ഇനി ഇതിലോട്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുക്കായിട്ട് എടുക്കണം. ഇതിലോട്ട് നമുക്ക് വേറെ യാതൊരു പൊടികളും ഇടണ്ടെന്നാണ് ഒരു പ്ലസ് പോയിൻറ്റും കൂടി ഉണ്ട്. കാരണം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് അരച്ച് വെച്ചിട്ടുണ്ട് നാളികേരം. അപ്പോൾ ഇനിയിപ്പോൾ കരിയുന്ന ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ കാൽ ഇവിടെ ലെഗ് പീസ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അരച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് അരച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അരയ്ക്കാൻ കൊണ്ടുപോയതാണ്. ഇപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നാളികേരത്തിൻ്റെ കൊറ്റം കിടന്നാലേ നമുക്ക് കറിക്ക് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതെ, അപ്പോൾ എത്ര കണ്ട് വെള്ളം ഒഴിക്കാണ്ട് അരയ്ക്കണം എന്ന് പറഞ്ഞാലും പേസ്റ്റ് പോലെ അരഞ്ഞില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് നിങ്ങൾ അരച്ചോട്ടോ. നിങ്ങൾക്ക് ചെറിയ ജാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം. നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞു കിട്ടും. എൻ്റെ കംപ്ലയിൻ്റ് ആയ കാരണം ഞാനിപ്പോൾ സെക്കൻഡ് ജാറിലാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അരച്ച് ഇതൊന്ന് വഴട്ടി കൊടുക്കണം കേട്ടോ. അതിൻ്റെ പിന്നാലെ വെള്ളം ഒഴിക്കരുത്. ഈ കോക്കനട്ട് നമ്മൾ അരച്ചെടുത്തത് നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് നേരം മാത്രം മതി. അത്രയും നേരം മാത്രം മതി. നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. ഇനി നമുക്ക് ആ ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിക്കാണ്ട് അരയ്ക്കണം എന്ന് പറഞ്ഞിട്ടും ആ വീഡിയോയിൽ ഞാൻ കണ്ടു പിന്നീട് കുറേ വെള്ളം കൊണ്ട് ഒഴിക്കുന്നത്, അതും പച്ചവെള്ളം. അപ്പോൾ എനിക്ക് തോന്നി വെള്ളം ഒഴിക്കുന്നതിൽ തെറ്റില്ല. അത് ഞാനിപ്പോൾ ഇത്തിരി ചൂടുവെള്ളം ആക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചത്. കാരണം ഇതെന്തായാലും നമ്മൾ കുക്കാക്കിയതല്ലേ, നമ്മുടെ നാളികേരം ഒന്ന് റോസ്റ്റാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഗ്രേവി ആക്കിയിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുകയാണ്. നമുക്ക് എന്തോരം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ വേവിക്കാത്തതാണ് ഇടുന്നതെന്ന് നമ്മൾ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. കാരണം ചിക്കനിൽ ഒരുപാട് വെള്ളം ഇറങ്ങും, കുമ്പളങ്ങിയിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത് ഇത്രയ്ക്കും മാത്രം മതി. ഇനി നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് ചിക്കൻ ഒരു ഹാഫ് കുക്കാവുന്ന സമയത്ത് നമുക്ക് കുമ്പളങ്ങി ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമ്മുടെ നാടൻ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രോയിലർ അങ്ങനെയല്ല പറയുക, നമ്മൾ സാധാരണ വാങ്ങുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതായതുകൊണ്ട് നമുക്ക് വേഗം ഒരു 10-15 മിനിറ്റിനുള്ളൊക്കെ കുക്കായി കിട്ടും. അപ്പോൾ ഇത് ഒരു ഹാഫ് കുക്കായതിന് ശേഷം നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഹാഫോ മുക്കാലോ ആയാലും കുഴപ്പമില്ല. അത് കുമ്പളങ്ങയുടെ മൂപ്പൊക്കെ അനുസരിച്ചിരിക്കും. എൻ്റെ ഒരു മൂക്കാത്ത കുമ്പളങ്ങ ആയ കാരണം നമുക്ക് പെട്ടെന്ന് തിളയ്ക്കുമ്പോഴേക്കും വേവും. അപ്പോൾ കുമ്പളങ്ങയുടെ പീസ് കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹാഫ് കുക്കാകുമ്പോൾ ഇടായിരിക്കും ബെറ്റർ കേട്ടോ. അല്ലെങ്കിൽ മുക്കാൽ ഭാഗം കുക്കായതിന് ശേഷം ഇട്ടാലും മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് കുമ്പളങ്ങ അത്യാവശ്യം ചെറുതാക്കി അരിയരുത്, എന്നാൽ അത്യാവശ്യം വലുതാക്കി അരിയരുത്. ഒരു മീഡിയം സൈസിൽ അരിയാൻ, കാരണം ചിക്കൻ്റെ പീസ് വലുതാണല്ലോ. അപ്പോൾ അതിനെ കണക്ക് കൂട്ടിയിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഈ സമയത്ത് എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒരു 3-4 കട്ട് ചെയ്ത് കൊടുക്കാം. എനിക്ക് നോയമ്പായതുകൊണ്ട് ഉപ്പോ എരിവോ ഒന്നും നോക്കാൻ പറ്റില്ല. സമയത്ത് ഇവിടെ ആരും ഉണ്ടായില്ല. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ പൈസ വന്നേ. ആ പൈസ ഇടയിൽ കൊടുത്തപ്പോൾ ഉപ്പുണ്ടെന്ന് പറഞ്ഞു, എരിവുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അലക്സാട്ടൻ വന്നപ്പോഴാണ് ശരിക്കും സത്യം മനസ്സിലായത് ഗൈസ്, ഇതിൽ ഉപ്പൊക്കെ ഉണ്ട് പക്ഷേ എരിവ് കുറവായിരുന്നു. അപ്പോൾ എനിക്കൊന്നും പിന്നെ ചെയ്യാൻ പറ്റില്ല. ഞാൻ പിന്നെ വിചാരിച്ചു ഇത്തിരി വെളിച്ചെണ്ണയിൽ മുളക് കാച്ചി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും ചെയ്തില്ല. അങ്ങനെ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വ്ളോഗ്, സാറ്റർഡേ കുക്കിംഗ് വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആവുന്നില്ല, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നീട് ഇവിടെ നടന്നതാണ് പഠിപ്പിക്കൽസ് ഗൈസ്. ഓക്കെ, ബൈ, സീ യു.